നിന്നെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണേണ്ടി വരുന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല. എടാ, ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ലല്ലോ. ഈ ഞാൻ ഫസ്റ്റ് കണ്ടത് ഓർക്കുന്നു. ഓനെ പോലെ ഒരാളാ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. അവനോട് ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു. അവന്റെ ആ ഒരു സ്നേഹവും കരുതലും വേറെ ആളുടെ എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, എന്റെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയോ? അതിനിപ്പോ എങ്ങനെ സോൾവ് ആവാനാടാ? ഞാൻ അത്രയൊന്നും അവരെ വെറുപ്പിച്ചിട്ടില്ലായിരുന്നു. നിങ്ങളുടെ സമ്മതം നോക്കിയെന്നല്ല പ്രശ്നമുള്ളൂ. ഇതിന്റെ ലൈഫാണ്. എനിക്ക് ഇഷ്ടമുള്ള ആളുടെ ഞാൻ ചെയ്യും. എങ്ങനെ നടന്നതാ? ഓൻ മരിച്ചൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരു ഫ്രണ്ടായെന്ന് എനിക്ക് ഇത്ര വിഷമമുണ്ടെങ്കിൽ ഇത്രയും സ്നേഹിച്ച എനിക്ക് എത്ര വിഷമമുണ്ടാവും. നിന്റെ ഇപ്പത്തെ സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പൈസക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലടാ, ഞാൻ ഓക്കെയാണ്. ജോബ് കിട്ടി ഫസ്റ്റ് അവന്റെ ടേം ഇൻഷുറൻസ് എടുത്തിരുന്നു. ഓൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ശരിക്കും അവനെ കളിയാക്കി. 400-500 പോലത്തെ ചെറിയ പൈസയാണെങ്കിലും ഇതൊക്കെ മാസം മാസം അടക്കാൻ വട്ടാണോ വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും അതിന്റെ ഉപകാരം മനസ്സിലാവണത്. ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുള്ള 2 കോടി രൂപ അവനക്ക് പകരാവില്ലെങ്കിലും എനിക്കിന്നത് ഭയങ്കര ആശ്വാസമാണ്. ഭാവി ചെലവുകളെ കുറിച്ച് ഓർത്തിട്ട് എനിക്കിന്നൊരു ടെൻഷൻ ഇല്ല. ഇന്നിപ്പോ നിന്റെ മുന്നിൽ ഞാൻ ഈ സമാധാനത്തോടെ ഇരിക്കുന്നത് പോലും ആ ഒരു ഇൻഷുറൻസ് എടുത്തോണ്ടാണ്. ഈ ടേം ഇൻഷുറൻസ് എടുത്തു കൊടുക്കണം. അന്നേ എനിക്കോനെ അതിന്റെ ലിങ്ക് അയച്ചെന്നാണ്. അതിന്റെ ബയോയിൽ കിടപ്പുണ്ട്. അവിടുന്ന് എടുത്ത 15% ഡിസ്കൗണ്ട് കിട്ടുമെന്നും പറഞ്ഞു. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് നാളെ എന്റെ കുടുംബത്തിന് ജീവിക്കണ്ടേ? പ്രവാസികൾക്കാണെങ്കിലും 30 to 50% വരെ ചെലവ് കുറഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇതിപ്പോ എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യമാണ്.